+1 അക്കൗണ്ടൻസി ഫോക്കസ് ഏരിയ സീരീസിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഒരു അക്കൗണ്ടിങ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്, ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് അക്കൗണ്ടൻസിയിലെ ഈ സെക്കൻഡ് ചാപ്റ്റർ. ഈ സെക്കൻഡ് ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആണ്. ലോകത്താകമാനമുള്ള അക്കൗണ്ടൻറ്റുമാർ ഫോളോ ചെയ്യേണ്ട കുറേ തത്വങ്ങളും കുറേ പോളിസീസും നയങ്ങളും ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ബിസിനസ് ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുമ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ തയ്യാറാക്കുമ്പോഴുമൊക്കെ കൃത്യമായി പിന്തുടരേണ്ട പ്രിൻസിപ്പിൾസാണ്, തത്വങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്. ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് എന്താണ്, അതിലെ മുഴുവൻ പ്രിൻസിപ്പിൾസും കൃത്യമായി വിശകലനം ചെയ്യുന്ന, ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രിൻസിപ്പിൾസും കൃത്യമായി മനസ്സിലാക്കണമെന്ന ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ ആ ക്ലാസ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ +1 അക്കൗണ്ടൻസി പരീക്ഷയ്ക്ക് വേണ്ടി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 1 ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, 2 മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, 3 ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്, അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് ഓർ പ്രിൻസിപ്പിൾ, ഡ്യുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ, മാച്ചിങ് പ്രിൻസിപ്പിൾ ഓർ മാച്ചിങ് കോൺസെപ്റ്റ് ആൻഡ് കോൺസർവേറ്റിസം കോൺസെപ്റ്റ്. ഈ 7 പ്രിൻസിപ്പിളാണ്, ഈ 7 കോൺസെപ്റ്റാണ് ഫോക്കസ് ഏരിയ ഭാഗമായിട്ട് നമ്മുടെ അക്കൗണ്ടൻസി എക്സാമിനേഷന് പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് നമ്മൾ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ് നോക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് സെപ്പറേറ്റ് ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ് ആൻഡ് അതേഴ്സ്. വി ഹാവ് ടു റെക്കോർഡ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഫ്രം ഫേംസ് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് നോട്ട് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് businessman. Under this concept, the capital is treated as a liability to the business. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ്സും ബിസിനസ്മാനും 2 സെപ്പറേറ്റ് എൻറ്റിറ്റീസാണ്. ബിസിനസ് നടത്തുന്നത് ബിസിനസ്മാനാണ്, ബിസിനസ്സിൻ്റെ എല്ലാമാണ് ബിസിനസ്മാൻ. പക്ഷെ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ ബിസിനസ്സും ബിസിനസ്മാനും 2 സെപ്പറേറ്റ് യൂണിറ്റാണ്, 2 സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, 2 പ്രത്യേക വ്യക്തികളാണ്. ബിസിനസ്മാൻ്റെ ക്യാഷ് ബിസിനസ് സ്വീകരിച്ച് അതുപയോഗിച്ച് ബിസിനസ് ചെയ്യുന്നു. അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ബിസിനസ്മാൻ്റെ കയ്യിൽ നിന്നും സ്വീകരിച്ച ഈ ക്യാഷ് ബിസിനസ്സിൻ്റെ ലാബിലിറ്റിയാണ്, ബാധ്യതയാണ്. അഥവാ ബിസിനസ്മാൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങിയ തുകയാണ് ക്യാപിറ്റൽ. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്നത് പ്രത്യേക വ്യക്തിയാണ്. ബിസിനസ്മാനും അതിലെ എംപ്ലോയീസും പൊതുജനങ്ങളും എല്ലാം അതുപോലെ സെപ്പറേറ്റ് വ്യക്തികളാണ്. ബിസിനസ് ഒരു വ്യക്തിയാണ്, ബിസിനസ്മാൻ വേറൊരു വ്യക്തിയാണ്. വി ഹാവ് ടു റെക്കോർഡ് ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻ ഫ്രം ഫേംസ് പോയിന്റ് ഓഫ് വ്യൂ. ഒരു അക്കൗണ്ടൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നത് ആ ഫേമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്, ബിസിനസ്മാൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല. ഫേമിൻ്റെ കാഴ്ചപ്പാടിലാണ്, ഫേമിൻ്റെ ഭാഗത്ത് നിന്നിട്ടാണ് അക്കൗണ്ടൻറ്റ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കുന്നതും. അതുകൊണ്ടാണ് നമ്മൾ ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ ലാബിലിറ്റി ആയി ട്രീറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്മാൻ ബിസിനസ്സിൽ മുടക്കിയ എമൗണ്ടാണ്, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടാണ്. അപ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്തു, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ബിസിനസ്സിന് ക്യാഷ് കിട്ടി, അതേസമയം ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ലാബിലിറ്റി ഉണ്ടായി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്യാപിറ്റൽ ബിസിനസ്സിൻ്റെ ലാബിലിറ്റി ആയി ട്രീറ്റ് ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്? ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓർ അക്കൗണ്ടിങ് എൻറ്റിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ്. മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് ആർ റെക്കോർഡഡ് in accounting which are capable of being expressed in terms of money. That is, only monetary events are recorded in the books of accounts. പേരിൽ തന്നെ ഉണ്ട് ഈ കോൺസെപ്റ്റിൻ്റെ മീനിങ്.
മണി മെഷർമെൻറ്റ്. ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസിൽ മോണിറ്ററി ആസ്പെക്റ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്താൻ കഴിയുള്ളൂ. ഓർഡേഡ് ഫോർ 2 മെഷീനറീസ്, 2 മെഷീനറിക്ക് ഓർഡർ കൊടുത്തു. ബിസിനസ്സിൽ നടന്ന ഒരു ഇവൻ്റാണ്. പക്ഷെ നമുക്കിതൊരു പണത്തിൻ്റെ മൂല്യത്തിൽ പറയാൻ കഴിയുന്നില്ല. ഓർഡർ കൊടുത്തിട്ടേ ഉള്ളൂ. ആ മെഷീൻ നമ്മൾ വാങ്ങിച്ചിട്ടില്ല, അതിന് ക്യാഷ് കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ബിസിനസ് ഇവൻ്റ്, ഈ ഒരു ട്രാൻസാക്ഷൻ മോണിറ്ററി ആസ്പെക്റ്റിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നില്ല. അതേസമയം പർച്ചേസ്ഡ് 2 മെഷീനറി വർത്ത് ₹1 lakh, 1 ലക്ഷം രൂപ വിലയുള്ള 2 മെഷീനറി വാങ്ങിച്ചു എന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇവിടെ 1 ലക്ഷം രൂപ എന്ന് പറയുന്ന ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട്, അതിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ അത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ മണി മെഷർമെൻറ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് ഓൺലി മോണിറ്ററി ഇവൻറ്റ്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഫോർ എക്സാമ്പിൾ, അക്കൗണ്ടിംഗ് ഡസ് നോട്ട് റെക്കോർഡ് ദ എഫിഷ്യൻസി ഓഫ് എ മാനേജർ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് or a strike in the factory which adversely affected the production process, etc. ഒരു മാനേജറുടെ കഴിവ് അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. അതിനൊരു മോണിറ്ററി വാല്യൂ നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ നമ്മുടെ ഫാക്ടറിയിൽ, ബിസിനസ്സിൻ്റെ ഫാക്ടറിയിൽ നടക്കുന്ന ഒരു സമരം നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിനെ എഫക്റ്റ് ചെയ്യും, ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ മോണിറ്ററി ആസ്പെക്റ്റ് എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടൊരു സ്ട്രൈക്ക് നടന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. സോ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻസ് ദാറ്റ് ഓൺലി മോണിറ്ററി ആസ്പെക്ട്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ദെൻ തേർഡ്, going concern concept. According to this concept, it is assumed that the business will continue to exist for a long period in future. The transactions are recorded in the books of the business on the assumption that it is a continuing enterprise. Going concern concept പറയുന്നത് business will continue for a long period, for an indefinite period. ഒരു ബിസിനസ്സിന് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് ഉണ്ട്. ഒരു ബിസിനസ് ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പറയുന്നത്. നമ്മളൊരു ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും അവസാനിക്കുന്നില്ല, അതൊരുപാട് കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആ ഒരു കൺസെപ്റ്റിനെ, ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ട്രാൻസാക്ഷൻസ് ഒക്കെ രേഖപ്പെടുത്തുന്നത്. ഒരു കണ്ടിന്യൂയിങ് എൻ്റർപ്രൈസ് ആണ്. 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ 3 വർഷം കൊണ്ടോ അവസാനിക്കുന്ന ഒന്നല്ല ഒരു ബിസിനസ് ഓർഗനൈസേഷൻ എന്ന ഒരു കൺസെപ്റ്റ് നമ്മുടെ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഈസ് ഓൺ ദിസ് കോൺസെപ്റ്റ് ദാറ്റ് വി റെക്കോർഡ് ഫിക്സഡ് അസറ്റ്സ് അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഡിപ്രീസിയേഷൻ ഈസ് ചാർജ്ഡ് ഓൺ ദീസ് അസറ്റ്സ് വിത്തൗട്ട് റെഫറൻസ് ടു ദെയർ മാർക്കറ്റ് വാല്യൂ. ഒരു ബിസിനസ് വാങ്ങുന്ന ഫിക്സഡ് അസറ്റ്സിനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ രേഖപ്പെടുത്തുന്നത് അതിൻ്റെ കോസ്റ്റ് പ്രൈസ് വെച്ചിട്ടാണ്. എന്നിട്ട് ഓരോ വർഷവും അതിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു ഫിക്സഡ് അസറ്റ് കുറേ വർഷം നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടാവും എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അതാണ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വർഷവും ഡിപ്രീസിയേഷൻ എന്ന പേരിൽ ഈ അസറ്റുമായി ബന്ധപ്പെട്ട ഒരു എക്സ്പെൻസ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ ഫോർത്താണ് അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്. നമ്മൾ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൽ പഠിച്ചു ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ്. ഒരുപാട് കാലം മുന്നോട്ട് പോകുന്നു. ബിസിനസ്സിൻ്റെ യഥാർത്ഥ റിസൾട്ട് അറിയണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബിസിനസ് സ്റ്റോപ്പ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ ബിസിനസ് എത്രമാത്രം കൃത്യമായിട്ട് പ്രോഫിറ്റ് ഇതുവരെ ഉണ്ടാക്കി, എന്തൊക്കെയാണ് ഈ ബിസിനസ്സിൻ്റെ കയ്യിൽ ഇനി ബാലൻസ് ഉള്ളത്. അപ്പോൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്താലേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ബിസിനസ്മാനെ സംബന്ധിച്ച്, ഓണേഴ്സിനെ സംബന്ധിച്ച്, മറ്റ് യൂസേഴ്സിനെ സംബന്ധിച്ച് ബിസിനസ്സിൻ്റെ വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ അറിയേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആ ഇടവേളകൾ സെറ്റ് ചെയ്യണം അക്കൗണ്ടിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, ദ എൻറ്റയർ ലൈഫ് ഓഫ് എ ബിസിനസ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടൈം ഇൻ്റർവെൽസ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് അസർട്ടൈൻമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു ബിസിനസ്സിൻ്റെ പ്രവർത്തനം കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായത് എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു ടൈം ഇൻ്റർവെൽ സെറ്റ് ചെയ്യുന്നു.
അതുപോലെ ബിസിനസ്സിൻ്റെ സാമ്പത്തിക നില അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൈം ഇൻ്റർവെൽ സെറ്റ് ചെയ്യുന്നു. 12-month പീരിയഡ് ഈസ് യൂഷ്വലി അഡോപ്റ്റഡ് ഫോർ ദിസ് പർപ്പസ്. ഇറ്റ് ഈസ് കോൾഡ് എ ഫിനാൻഷ്യൽ ഇയർ. നമ്മളൊരു 12 മാസ കാലാവധിയാണ് സാധാരണഗതിയിൽ ഇതിനു വേണ്ടി ഒരു പീരിയഡായിട്ട്, ഒരു ഇൻ്റർവെല്ലായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഓരോ 12 മാസം കൂടുമ്പോഴും അഥവാ ഓരോ സാമ്പത്തിക വർഷം കൂടുമ്പോഴും ബിസിനസ്സിനെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുക മീൻസ് ബിസിനസ്സിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പലതരത്തിലുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ തയ്യാറാക്കി പ്രോഫിറ്റ് എത്രയെന്ന് കണ്ടെത്തി അല്ലെങ്കിൽ ലോസ് എത്രയാണെന്ന് മനസ്സിലാക്കി ബിസിനസ്സിൻ്റെ സാമ്പത്തിക നില മനസ്സിലാക്കി ദെൻ അടുത്ത ദിവസം അടുത്ത ഫിനാൻഷ്യൽ ഇയർ ഓപ്പണിങ്ങിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു സ്റ്റോപ്പ് ആൻഡ് സീ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിങ് പീരിയഡ് സെറ്റ് ചെയ്യണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ലിസ്റ്റഡ് കമ്പനീസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ റിക്വയർഡ് ടു പബ്ലിഷ് ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വൺസ് ഇൻ 3 months. ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികളുണ്ട്, പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളാണെങ്കിൽ അവരവരുടെ ഫിനാൻഷ്യൽ റിസൾട്ടുകൾ 3 മാസം കൂടുമ്പോൾ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പത്രത്തിലൊക്കെ കാണും, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കഴിഞ്ഞ ക്വാർട്ടറിൽ എത്ര കോടി പ്രോഫിറ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ എത്ര മാത്രം സെയിൽസ് ഉണ്ടാക്കി. അതെന്താണ്, 3 മാസം കൂടുമ്പോൾ അവർ പബ്ലിഷ് ചെയ്യും. അവർക്ക് നിയമപരമായിട്ട് ഇന്ത്യൻ കമ്പനീസ് ആക്ടിൻ്റെ അതുപോലെ ഗവൺമെൻറ് നിയമം അനുസരിച്ച് 3 മാസത്തിലൊരിക്കൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് പറയുന്നത് ഒരു ടൈം ഇൻ്റർവെല്ല് സെറ്റ് ചെയ്യണം അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി, പ്രോഫിറ്റ് കാൽക്കുലേഷനും ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാനും വേണ്ടി. അപ്പോൾ അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് ആണ്. അഥവാ ഓരോ ട്രാൻസാക്ഷൻ്റെയും 2 ആസ്പെക്റ്റുകൾ, ഡെബിറ്റ് ആസ്പെക്റ്റിനെയും ക്രെഡിറ്റ് ആസ്പെക്റ്റിനെയും റെക്കോർഡ് ചെയ്യുന്ന രീതിയാണ്, ശാസ്ത്രീയമായ അക്കൗണ്ടിങ് രീതിയാണ്. അപ്പോൾ ഈ ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ് every business transaction is recorded as having a dual aspect. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും അതിൻ്റെ 2 ആസ്പെക്റ്റിനെ റെക്കോർഡ് ചെയ്യുന്നു, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. ഇൻ അതർ വേർഡ്സ്, എവറി ട്രാൻസാക്ഷൻ affects at least 2 accounts. If one account is debited, other account must be credited with an equal amount. എല്ലാ ട്രാൻസാക്ഷനും 2 അക്കൗണ്ടുകളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് തുല്യമായ എമൗണ്ടിന് നമ്മൾ മറ്റൊരു അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യേണ്ടതും ഉണ്ട്. അപ്പോൾ ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? എവറി ട്രാൻസാക്ഷൻ ഹാവ് 2 ആസ്പെക്ട് ആൻഡ് ദീസ് 2 ആസ്പെക്ട്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. The system of recording transaction based on this principle is called double entry system. ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പഠിച്ചൊരു അക്കൗണ്ടിങ് ഇക്വേഷൻ ഉണ്ട്, അസറ്റ്സ് ഈക്വൽ ടു ലാബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഒരു ബിസിനസ്സിൻ്റെ ടോട്ടൽ അസറ്റ്സ് എല്ലായ്പ്പോഴും അതിൻ്റെ ലാബിലിറ്റീസിനും ക്യാപിറ്റലിനും തുല്യമായിരിക്കും. ഈ ഒരു അക്കൗണ്ടിങ് ഇക്വേഷനും ഈ ഒരു ഡ്യുവൽ ആസ്പെക്റ്റ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, അടുത്താണ് മാച്ചിങ് കോൺസെപ്റ്റ്, മാച്ചിങ് പ്രിൻസിപ്പിൾ. എന്താ മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, ഇൻ ഡിറ്റർമിനിങ് ദ നെറ്റ് പ്രോഫിറ്റ് ഫ്രം ബിസിനസ് ഓപ്പറേഷൻസ്, ഓൾ കോസ്റ്റ് വിച്ച് ആർ ആപ്ലിക്കബിൾ ടു റവന്യൂ ഓഫ് ദ പീരിയഡ് ഷുഡ് ബി ചാർജ്ഡ് അഗെയിൻസ്റ്റ് ദാറ്റ് റവന്യൂ. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഒരു സാമ്പത്തിക വർഷത്തെ റവന്യൂ അത് കൃത്യമായിട്ട് ആ വർഷത്തെ എക്സ്പെൻസുമായിട്ട് മാച്ച് ചെയ്യേണ്ടതുണ്ട്, താരതമ്യം ചെയ്യേണ്ടതുണ്ട്. ഒരു വർഷത്തെ റവന്യൂവുമായി ബന്ധമുള്ള എല്ലാ എക്സ്പെൻസുകളും ആ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കണം എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. നോക്കുക, ഇവിടെ മാച്ചിങ് കോൺസെപ്റ്റ് എന്താ പറയുന്നത്? ഒരു അക്കൗണ്ടിങ് ഇയറിലെ റവന്യൂ ആ അക്കൗണ്ടിങ് ഇയറിലെ അസോസിയേറ്റഡ് എക്സ്പെൻസും തമ്മിൽ മാച്ച് ചെയ്യണം. നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ട്, അഥവാ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ സാലറി എന്ന് പറയുന്ന ഒരു എക്സ്പെൻസ് 10,000 രൂപ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല എന്ന് വെച്ച് നമ്മൾ ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത് ഉൾപ്പെടുത്താതിരിക്കാൻ പാടില്ല. കാരണം അത് ഈ വർഷത്തെ എക്സ്പെൻസ് ആണ്. അടുത്ത വർഷം കൊടുക്കുള്ളെങ്കിൽ പോലും ഈ വർഷത്തെ റവന്യൂവുമായിട്ട് ആ കൊടുക്കാനുള്ള സാലറി കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്? ഉൾപ്പെടുത്തി പരിഗണിക്കേണ്ടതുണ്ട് എന്നാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്. അതുപോലെ ഒരു സാമ്പത്തിക വർഷം നമുക്ക് കിട്ടാനുള്ള ഒരു ഇൻകം
അത് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഈ വർഷത്തെ ഇൻകമായി പരിഗണിച്ച് നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ആൾസോ ഷോൺ ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. Expense paid in advance for the next year is deducted and income receivable is added to the profit during the year. Expense paid in advance, നമ്മൾ അടുത്ത വർഷത്തെ കൊടുക്കേണ്ട ഒരു ചെലവ് ഈ സാമ്പത്തിക വർഷത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വർഷത്തെ എക്സ്പെൻസ് ആയിട്ട് പരിഗണിക്കാൻ പാടില്ല, അത് അടുത്ത വർഷത്തെ എക്സ്പെൻസ് ആണ്. അതുപോലെ ഇൻകം റിസീവബിൾ, കിട്ടാനുള്ള ഒരു ഇൻകം ഈ വർഷത്തെ ഇൻകമായിട്ടാണ് പരിഗണിക്കേണ്ടത്. ഇതെല്ലാം ഓൺ ദ ബേസിസ് ഓഫ് മാച്ചിങ് പ്രിൻസിപ്പിളാണ്. ദെൻ കോൺസർവേറ്റിസം കോൺസെപ്റ്റ് ഓർ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ. കോൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിളാണ്. എല്ലായ്പ്പോഴും എക്സാമിനേഷന് ചില എക്സാമ്പിൾസൊക്കെ തന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് കോൺസെപ്റ്റ്, all anticipated losses must be considered while preparing financial statements but not the anticipated profits. പ്രൂഡൻസ് അല്ലെങ്കിൽ കോൺസർവേറ്റിസം എന്ന ആ ഒരു വാക്കിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു പരമ്പരാഗത ചിന്ത എന്ന് പറഞ്ഞാൽ പഴയ ചിന്ത, പഴയ കാഴ്ചപ്പാട്. എന്താ കാര്യം? നമ്മൾ വരാൻ പോകുന്ന നഷ്ടങ്ങളെ മുൻകൂട്ടി കാണണം. അതേസമയം അടുത്ത വർഷം നമുക്ക് കുറച്ച് ഇൻകം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് നമുക്കതുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത് നമ്മൾ ഉറപ്പിച്ച് നമ്മൾ അക്കൗണ്ട് ചെയ്യാൻ പാടില്ല. വരാൻ പോകുന്ന വർഷത്തിൽ നമ്മുടെ ബിസിനസ്സിന് ഉണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ നഷ്ടങ്ങളെയും എക്സ്പെൻസുകളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ചില മുൻകരുതലുകൾ എടുക്കണം എന്നാണ് ഈ കോൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പറയുന്നത്. നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്നൊരു ടേം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്താ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്? ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ബിസിനസ്സിന് നമ്മുടെ ഡെപ്റ്റേഴ്സ് കുറേ എമൗണ്ട് തരാതിരുന്നു, അഥവാ ബാഡ് ഡെപ്റ്റ് ഉണ്ടായി, കിട്ടാക്കടവുണ്ടായി, തരാനുള്ള ആളുകൾ ക്യാഷ് തന്നില്ല, 10,000 രൂപ അങ്ങനെ കിട്ടാതിരുന്നു. അതൊരു ലോസാണ് ബിസിനസ്സിനെ സംബന്ധിച്ച്. അടുത്ത സാമ്പത്തിക വർഷത്തിലും ഇതുപോലെയുള്ള കുറച്ച് കിട്ടാക്കടവ് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷെ നമുക്കത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കറണ്ട് ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് അടുത്ത വർഷം സംഭവിക്കാൻ സാധ്യതയുള്ള ഈ ബാഡ് ഡെപ്റ്റിനുള്ള ഒരു പ്രൊവിഷൻ അഥവാ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സ്പെൻസ് പോലെ, ഈ ഒരു ലോസ് പോലെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്ന ഈ ഒരു ഫണ്ട് ക്രിയേഷൻ, ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ് ഓർ കോൺസർവേറ്റിസം. പ്രൂഡൻസ് ഓർ കോൺസർവേറ്റിസം പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊവിഷൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് പ്രൂഡൻസ് ഓർ കോൺസർവേറ്റിസം. കോൺസർവേറ്റിസം ഈസ് ദ പ്രാക്ടീസ് ഓഫ് പ്ലേയിങ് സേഫ്. സുരക്ഷിതമായിട്ട് കളിക്കുക. ബിസിനസ്സിൻ്റെ ഫണ്ട് കൈകാര്യം ചെയ്യുന്നിടത്ത് ഏറ്റവും സേഫ്റ്റി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആണ് പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രൊവിഷൻ ഈസ് മെയ്ഡ് ഫോർ ഓൾ നോൺ ലാബിലിറ്റീസ് ആൻഡ് ലോസസ് ഈവൻ ദോ ദ എമൗണ്ട് കനോട്ട് ബി ഡിറ്റർമിൻ വിത്ത് സെർട്ടൈനിറ്റി. നമുക്ക് ഉണ്ടായേക്കാവുന്ന എല്ലാ ലാബിലിറ്റീസിനെയും ലോസിനെയും മറികടക്കാൻ വേണ്ടി പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ നമുക്ക് എത്രയാണ് ആ ലാബിലിറ്റി ഉണ്ടാവുക എന്ന് മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ഏകദേശം ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. പ്രൊവിഷൻസ് ഫോർ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എറ്റ്സെട്ര ആർ ക്രിയേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ് ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ. ക്ലോസിംഗ് സ്റ്റോക്കിനെ വാല്യൂ ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ കയ്യിലിരിക്കുന്ന സ്റ്റോക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ, സാമ്പത്തിക വർഷാവസാനത്തിൽ വിൽക്കാതെ ബാക്കി വന്ന ഗുഡ്സ് എത്രയുണ്ട് എന്ന് കണക്കെടുപ്പ് നടത്തുന്ന സമയത്ത് നമ്മളൊരു പോളിസി ഫോളോ ചെയ്യുന്നുണ്ട്. കോസ്റ്റ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് വിച്ചെവർ ഈസ് ലെസ്. ആ സ്റ്റോക്ക് വാങ്ങിയ വിലയാണോ ഇപ്പോഴുള്ള മാർക്കറ്റ് വിലയാണോ കുറവ് ഏതാണോ അതാണ് എടുക്കുന്നത്.
വാങ്ങിയ വില 100 രൂപയാണ് ഒരു ഐറ്റത്തിന്, പക്ഷേ ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വില 90 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിൻ്റെ വിലയായിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യുമ്പോൾ എടുക്കുന്നത് 90 രൂപയായിരിക്കും. വാങ്ങിയ വില 90 രൂപയും മാർക്കറ്റ് പ്രൈസ് 100 രൂപയും ആണെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് 100 രൂപയാണ് മാർക്കറ്റ് പ്രൈസ്, പക്ഷെ വാങ്ങിയ വില എത്രയാണ്? 90 രൂപയാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട വാല്യൂ, ആ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് 90 രൂപയാണ് ആ പ്രോഡക്റ്റിന്. ഇതും ഏത് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്? പ്രിൻസിപ്പിൾ ഓഫ് കോൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്. അപ്പോൾ കോൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പറയുന്നത് ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റിനെ നമ്മൾ പരിഗണിക്കാൻ പാടില്ല. ഭാവിയിൽ ഉണ്ടാകാവുന്ന ലാഭങ്ങളെ, ഉണ്ടായേക്കാവുന്ന പ്രോഫിറ്റിനെ നമ്മൾ മുൻകൂട്ടി പരിഗണിക്കാൻ പാടില്ല. അതേസമയം ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നഷ്ടങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിന് മറികടക്കാനുള്ള ചില തന്ത്രങ്ങൾ, അക്കൗണ്ടിങ് പോളിസീസ് അഥവാ പ്രൊവിഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോക്കസ് ഏരിയയുടെ ഭാഗമായിട്ടുള്ള 7 പ്രിൻസിപ്പിൾസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ബിസിനസ്സും ബിസിനസ്മാനും 2 2 മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്, ഓൺലി മോണിറ്ററി ആസ്പെക്ട്സ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, ദ ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ ആൻ ഇൻഡെഫിനിറ്റ് പീരിയഡ്. അക്കൗണ്ടിങ് പീരിയഡ് കോൺസെപ്റ്റ്, ഫോർ കാൽക്കുലേറ്റിംഗ് പ്രോഫിറ്റ് എ ഫിനാൻഷ്യൽ ഇയർ ഈസ് സെറ്റ്. ദെൻ ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, all transactions have 2 aspects. The 2 aspects are recorded in the books of accounts. Matching concept. All expenses of a financial year should be matched with the revenues of the same period. Then conservatism principle. Principle of playing safe. Principle of prudence. That is, all anticipated losses must be considered, not profits. Okay. അപ്പോൾ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടാത്ത പ്രിൻസിപ്പിൾസിൻ്റെ ലിങ്ക് ഈ ക്ലാസ്സിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ മനസ്സിലാക്കണം, കൂടുതൽ പ്രിൻസിപ്പിൾസ് അറിയണം എന്നുള്ളവർക്ക് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഓക്കെ, താങ്ക് യു.